വിശുദ്ധ പുരുഷൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവ് വിമോചകനാണെന്നും അവിടുത്തെ മാർഗം പിന്തുടർന്നാൽ ദൈവമായിരിക്കും നമ്മുടെ നിത്യപ്രകാശം എന്ന് വെളിപ്പെടുത്തുന്ന വേദഭാഗമാണ് യേശയ്യാ 60-ാം അധ്യായം 16, 18, 19 തിരുവചനങ്ങൾ. കർത്താവായ ഞാനാണ് നിന്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തനായവനാണ് നിന്റെ വിമോചകനെന്നും നീ അറിയും. നിന്റെ ദേശത്ത് ഇനി അക്രമത്തെപ്പറ്റി കേൾക്കുകയില്ല. ശൂന്യതയും നാശവും നിന്റെ അതിർത്തിക്കുള്ളിൽ ഉണ്ടാവുകയില്ല. നിന്റെ മതിലുകളെ രക്ഷയെന്നും കവാടങ്ങളെ സ്തുതിയെന്നും നീ വിളിക്കും. പകൽ സൂര്യനായിരിക്കുകയില്ല ഇനി നിനക്ക് പ്രകാശം തരുക. നിനക്ക് പ്രകാശം നൽകാൻ രാത്രിയിൽ ചന്ദ്രനായിരിക്കുകയില്ല പ്രശോഭിക്കുന്നത്. കർത്താവായിരിക്കും നിന്റെ നിത്യപ്രകാശം. നിന്റെ ദൈവമായിരിക്കും നിന്റെ മഹത്വം. നമ്മുടെ പാപാവസ്ഥകളിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദൈവകോപം ശമിപ്പിക്കുന്നതിന് നമ്മുടെ കർത്താവിൻ്റെ പാടുപീടുകളെ ധ്യാനിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അനാദിപിതാവായ സർവേശ്വര, അങ്ങേ തിരുക്കുമാരൻ കുരിശിൽ തറക്കപ്പെട്ടിരിക്കയിൽ തൻ്റെ ശിഷ്യനായ യോഹന്നാനെ തൻ്റെ മാതാവിന് മകനായി കയ്യേൽപ്പിച്ചതിനാൽ വിശ്വാസികളേവരെയും ഈ മാതാവിന് മക്കളായി കയ്യേൽപ്പിച്ചതിനെ തൃക്കൺ പാർത്ത് ഞങ്ങളുടെ പാപങ്ങളൊക്കെയും പുറത്ത് ഞങ്ങളുടെ ആത്മശരീരങ്ങളിൽ നിന്നും അങ്ങേ കോപത്തെ നീക്കി അരുളണമേ. ആമേൻ.